നമസ്കാരം. ഏതൊരു രാജ്യത്തിൻ്റെയും വ്യോമസേനയുടെ കരുത്തും പ്രതാപവും പേറുന്നവരാണ് യുദ്ധവിമാന പൈലറ്റുമാർ. കഠിനമായ പരിശീലനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും കടന്നുപോകുന്ന ഇവർ ഓരോ നിമിഷവും അതീവ ജാഗ്രതയോടെയാണ് ആകാശത്ത് വിമാനങ്ങളെ നയിക്കുന്നത്. എന്നാൽ അങ്ങേയറ്റം ഉത്തരവാദിത്തം ആവശ്യമുള്ള ഒരു ജോലിസ്ഥലത്ത് അനാവശ്യമായ ആഗ്രഹങ്ങളും പ്രശസ്തിക്ക് വേണ്ടിയുള്ള വെമ്പലും എത്രത്തോളം വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു യുദ്ധവിമാന പൈലറ്റ് തൻ്റെ സൗന്ദര്യാത്മകമായ ചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് വായുവിൽ വെച്ച് വിമാനങ്ങൾ കൂട്ടിയിടിച്ച സംഭവവും തുടർന്നുണ്ടായ നിയമ നടപടികളും ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. 2021 ലോകത്തെ ഞെട്ടിച്ച ഈ സുരക്ഷാ വീഴ്ച നടക്കുന്നത്. തൻ്റെ ഔദ്യോഗിക ചുമതലയിൽ മാറ്റം വരുന്നതിന് മുൻപുള്ള അവസാനത്തെ പറക്കൽ അവിസ്മരണീയമാക്കുവാൻ ഒരു ദക്ഷിണ കൊറിയൻ പൈലറ്റ് തീരുമാനിക്കുന്നു. എന്നാൽ അതൊരു സാധാരണ പറക്കലായിരുന്നില്ല, മറിച്ച് സ്വയം ചിത്രീകരിക്കാനും വീഡിയോ എടുക്കുവാനും വേണ്ടിയുള്ള ഒരു സാഹസമായിരുന്നു. മണിക്കൂറിൽ 578 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചു പായുന്ന വിമാനത്തിനുള്ളിൽ വെച്ചാണ് പൈലറ്റ് സെൽഫികളും വീഡിയോകളും പകർത്തുവാൻ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത്. ഈ ആഗ്രഹം സാധ്യമാക്കുന്നതിനായി പൈലറ്റ് വിമാനം അങ്ങേയറ്റം അപകടകരമായ രീതിയിൽ കരണം മറിക്കുകയായിരുന്നു. ആകാശത്ത് വെച്ച് കൃത്യമായ കോർഡിനേഷൻ ഇല്ലാതെ നടത്തിയ ഈ അഭ്യാസ പ്രകടനം വലിയൊരു ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഏകദേശം 137 ഡിഗ്രി വരെ വിമാനം കരണം മറിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റൊരു വിമാനവുമായി കൂട്ടിയിടി ഒഴിവാക്കാനായില്ല. തൻ്റെ വിമാനത്തിൻ്റെ ഇടതുവശത്തെ സ്റ്റെബിലേറ്റർ രണ്ടാമത്തെ വിമാനത്തിൻ്റെ ചിറകിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. ഭാഗ്യവശാൽ ഈ അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചില്ല എന്നത് മാത്രമാണ് വലിയ ആശ്വാസമായത്. എന്നാൽ ആകാശത്ത് വെച്ചുണ്ടായ ഈ അശ്രദ്ധ മൂലം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. F-50K എന്ന അത്യാധുനിക യുദ്ധവിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിന് ശേഷം നടത്തിയ ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടിലാണ് പൂർണ്ണമായും പൈലറ്റിൻ്റെ അനാവശ്യമായ അഭ്യാസ പ്രകടനമാണ് അപകടത്തിന് കാരണമായത് എന്ന് കണ്ടെത്തിയത്. ബോർഡ് ഓഫ് ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 878 ദശലക്ഷം വോൺ ആണ് വിമാനത്തിന് സംഭവിച്ച അറ്റകുറ്റപ്പണിയുടെ ചെലവ്. പ്രതിരോധ മന്ത്രാലയം തുടക്കത്തിൽ തന്നെ ഈ മുഴുവൻ തുകയും പൈലറ്റിൽ നിന്ന് ഈടാക്കാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ താൻ ചെയ്ത തെറ്റ് അംഗീകരിച്ചുകൊണ്ട് തന്നെ തുക കുറയ്ക്കണമെന്ന ആവശ്യവുമായി പൈലറ്റ് അധികൃതരെ സമീപിച്ചു. താൻ 2010 സേവനത്തിൽ പ്രവേശിച്ചതിന് ശേഷം വർഷങ്ങളായി സുരക്ഷിതമായി വിമാനം പറത്തുന്ന ഒരു വ്യക്തിയാണെന്നും അപകടം സംഭവിച്ചതിന് ശേഷവും വിമാനം സുരക്ഷിതമായി താവളത്തിൽ തിരിച്ചെത്തിക്കുവാൻ തനിക്ക് സാധിച്ചുവെന്നും അദ്ദേഹം വാദിച്ചു. കൂടാതെ മറ്റ് പൈലറ്റുമാരും മുൻപും ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന ഒരു വാദവും അദ്ദേഹം ഉയർത്തിയിരുന്നു. ഈ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബോർഡ് അദ്ദേഹത്തിൻ്റെ പിഴ തുക മൊത്തം നാശനഷ്ടത്തിൻ്റെ 10% കുറച്ചു. അങ്ങനെ ഏകദേശം 88 ദശലക്ഷം വോൺ, അതായത് ഏകദേശം 55 ലക്ഷം രൂപയാണ് പൈലറ്റ് പിഴയായി അടയ്ക്കേണ്ടി വന്നത്. ഈ സംഭവം വ്യോമയാന രംഗത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയിലെ പ്രശസ്തിക്കും വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും വേണ്ടി സ്വന്തം ജോലിയുടെ ഗൗരവം മറന്നാൽ അത് എത്ര വലിയ വിലയാണ് നൽകേണ്ടി വരിക എന്നതിൻ്റെ വലിയൊരു പാഠമാണിത്. യുദ്ധവിമാന പൈലറ്റുമാർക്ക് ലഭിക്കുന്ന പരിശീലനം വളരെ ഉയർന്ന തലത്തിലുള്ളതാണ് എങ്കിലും മനുഷ്യസഹജമായ പിഴവുകളും അഹംഭാവവും പലപ്പോഴും ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു. ഏറ്റവും ആധുനികമായ സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുമ്പോൾ പൈലറ്റുമാർക്ക് വേണ്ടത് അപാരമായ ശ്രദ്ധയാണ്. ഇവിടെ സംഭവിച്ചത് വെറും അശ്രദ്ധയല്ല, മറിച്ച് തൻ്റെ ജോലിസ്ഥലത്തോട് കാണിച്ച വലിയൊരു നീതികേടാണ്. ആളപായം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയാകാതെ പോയത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാ സേനകളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആകാശത്ത് അഭ്യാസങ്ങൾ കാണിക്കുന്നതിനിടയിൽ സ്വന്തം ജീവനും ഒപ്പം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വിമാനവും നഷ്ടപ്പെടാതിരിക്കാൻ പൈലറ്റുമാർ അങ്ങേയറ്റം ജാഗ്രത പുലർത്തണം. വ്യക്തിപരമായ നേട്ടങ്ങൾക്കുമപ്പുറം രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഒരു പൈലറ്റിൻ്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നത് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.